ഓസ്ട്രേലിയയിലൊരു ഒരു ആവറേജ് ഹിറ്റ് ചെറിയ അതിനകത്ത് ഒരാൾ പറയുകയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. ഇതിനോടങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. മനോഹരമായ വിഷ്വൽസ് ഒപ്പിയെടുത്ത സിനിമാറ്റോഗ്രാഫർ അജയ് ഫ്രാൻസിസ് അദ്ദേഹം ഇന്നിവിടെ ഇല്ല. ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്നത്. പിന്നെ ഇതൊരു ശ്യാം റഹ്മാൻ മ്യൂസിക്കലാണ്. ശ്യാമിന്റെ മനോഹരമായ പാട്ടുകൾ, ഇമോഷണൽ പാട്ട്, മെലഡി, അടിപൊളി പാട്ട്, എല്ലാ ജോണറിലുള്ള പാട്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടെയാണത്. ഇപ്പൊ അങ്കിത്ര സംഭവം പറയാൻ തോന്നി. ആക്ച്വലി ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു മൂവി കഴിഞ്ഞ മാസം റിലീസായിരുന്നു, തമിഴിലായിരുന്നു. അപ്പൊ ആക്ച്വലി തമിഴ്നാട്ടില് ഫസ്റ്റ് വീക്ക് ഭയങ്കര ആളൊന്നും കയറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ലൊരു കയറ്റൊക്കെ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ സെയിം ഇതായിരുന്നു. തുടക്കം ഇറങ്ങിയപ്പം വല്ലാതെ ആളില്ലായിരുന്നു. പിന്നെ അതിനുശേഷം അത്യാവശ്യം ഒരു മാസത്തോളം പടം ഇവിടെ ഓടിയായിരുന്നു. അതേപോലെ നമ്മുടെ പടം ബ്ലോക്ക് ബസ്റ്റർ ആക്കിയിട്ട് ഒരു ആവറേജ് ഹിറ്റ് ചെറിയ വൈയുഗം തൊട്ട് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ സിനിമയോടൊപ്പം എപ്പോഴും യാത്ര ചെയ്യും, സംവിധായകരൊപ്പം പ്രൊമോഷൻ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ശരിക്കും ഒരു പ്രൊഡ്യൂസറുടെ ടെൻഷൻ അതിനാണ് അനുഭവിച്ച് തുടങ്ങിയ ശേഷം കുറച്ചുകൂടി ആത്മാർത്ഥത കൂടിയിട്ടുണ്ട്. നേരത്തെ ഇല്ലെന്നല്ല പറയുന്നത്, ഇപ്പൊ കുറച്ചുകൂടി ഒപ്പം നിൽക്കാം. ഇല്ലില്ല, കുറച്ചുകൂടി പോയിട്ടില്ല. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാനതിൻ്റെ ഒരു തസ്തികയായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ എന്നെ എപ്പോഴും ഒരു ആക്ടറായിട്ടും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് കാരണം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരു പടം ഞാൻ ചെയ്തു. അപ്പോൾ അത് കാരണം മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണും. അതുവരെ മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറുടെ മനസ്സിലായി കാണും. അതുകൊണ്ട് പിന്നെ പോലുള്ള എല്ലാ പടത്തിലും ഞാൻ അങ്ങ് ഇറങ്ങുവാണ്, അങ്ങനെയുള്ളതില്ല. പക്ഷെ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ആക്ച്വലി നമ്മൾ പ്രൊമോഷന് പോവുക, സമയം കിട്ടുമ്പോൾ. അപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ഇപ്പം ആട് 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷെഡ്യൂൾ ബ്രേക്കായി. കാരണം ഭയങ്കര മഴയാണ് ഓൾ ഓവർ കേരള. ഇപ്പൊ ഷെഡ്യൂൾ ആയത് 2 ആഴ്ച മുമ്പാണ്. അപ്പൊ അന്ന് ഭയങ്കര മഴയായിരുന്നു. അത് കാരണമാണ് ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നത്. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. വെച്ചാല് ഇങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ഈ ടീമിന്റെ കൂടെ ഉണ്ടാകാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റുള്ളൂ, അത് പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അതിനെനിക്ക് സമയം കിട്ടി. അത് മഴ ചിലപ്പം ഒരു അനുഗ്രഹമായിട്ടൊന്നും ഒന്നായിരിക്കും. അല്ലെങ്കിൽ സാധാരണ നമുക്ക് സിനിമയ്ക്ക് മഴ ഒരു അനുഗ്രഹമല്ല. ഷൂട്ടിംഗ് ആണെങ്കിലും റിലീസ് സമയമാണെങ്കിലും ഒക്കെ മഴ നമുക്കൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ സമയത്ത് മഴ വന്നത് ചിലപ്പോൾ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ചേട്ടൻ അറിയാമല്ലോ, എനിക്ക് പറ്റാവുന്നതനുസരിച്ച് ഞാൻ പ്രൊമോഷന് വേണ്ടി പോകും. എൻ്റെ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം. പക്ഷെ ഞാൻ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ചോദ്യോത്തര സെഷൻ ആണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു കോളേജിലൊരു ഫംഗ്ഷന് പോകുമെന്ന് വിചാരിക്കുക, ഈ നമ്മുടെ പടത്തിന്റെ പ്രൊമോഷൻ പരമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്കൊരു 2 വരിയിൽ പടത്തിനെ പറ്റി പറയാം. അതിനുശേഷം എന്ത് പറയും? അപ്പം അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇനിയിപ്പം ഞാൻ അറക്കലവും കൂടെയാണല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കോമഡി പറയും. എനിക്ക് കോമഡി പറയാൻ അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞിട്ട് വെറുതെ അത് അളിഞ്ഞു പോകുന്നതിനൊക്കെ നല്ല ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ബാക്കപ്പ് ദ മൈൻഡ് കിടക്കും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പേടി. ഇപ്പൊ തിയേറ്റർ വിസിറ്റിന് പോയാലും എന്റെ പേടി എന്ന് വെച്ചാൽ തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഏറ്റവും അധികം എന്തായിരിക്കും പറയുന്നത്? ഒരു നമസ്കാരം പറയും. ഓക്കെ, അത് ഞാൻ പറയുന്നു. അതിനുശേഷം നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ ഭൂരിഭാഗം. 1-2 പേര് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആ തിയേറ്ററിൽ കാണുമായിരിക്കും. ഇവരോട് എല്ലാവരോടും അഡ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇതല്ല നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെ പറയാൻ പറ്റില്ല, ചോദിക്കാനേ പറ്റില്ല ഇഷ്ടപ്പെട്ടോ എന്ന്. അതിനകത്ത് ഒരാൾ പറയുകയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. ഇതിനോടങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ആ കാര്യത്തിലൊക്കെ നമ്മുടെ കേരളൈറ്റ്സ് ഭീകരന്മാരാണ്. അവരങ്ങനെ ഇൻസൾട്ടൊന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർന്നില്ലേ? മറ്റേ ബലൂൺ കാറ്റ് വിട്ട് കഴിഞ്ഞാൽ പോകുന്ന പോക്കില്ലേ, അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകും. അപ്പൊ ഇതൊക്കെ ബാക്കപ്പ് വേണ്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന്. അത് ചിന്ത ഇപ്പൊ തന്നെ വരുന്നതാണല്ലോ. അതിപ്പോ നമുക്ക് ചിന്തയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ സഭാകമ്പമുള്ള ആൾക്കാരുടെ പ്രശ്നം. അത് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ജോലിയാണ്, ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന്
ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ക്രൗഡിനെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയാണ് വരില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ കല്യാണം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോകുന്നവരുണ്ട്. അവിടെ പിന്നെ എല്ലാവരോടും സംസാരിക്കണ്ടല്ലോ. ഇവിടെ ഇപ്പം മീഡിയയിൽ ഇത്രയും പേരുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് 90% ആൾക്കാരെയും ബൈ ഫേസ് അറിയാം, 50% ആൾക്കാരുടെ പേരുകൾ അറിയാം. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യണമല്ലോ. ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പം വൈശാഖയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വേറെ അപ്പുറത്തുനിന്ന് ഇപ്പൊ ചേട്ടൻ വന്നു വിചാരിക്കുക. ചേട്ടൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പക്ഷെ ചേട്ടനെ ഞാൻ അക്നോളജ് ചെയ്യുകയും വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഭയങ്കര ഡൈസി സിറ്റുവേഷനാണ്. അപ്പൊ പണ്ട് ഞാൻ കോൺവെന്റ് എഡ്യൂക്കേറ്ററാണ്. അവിടെ ഒരു ആനി പോളിന്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര മിടിക്കായിരുന്നു കേട്ടോ. സിസ്റ്ററിനെ ചെയ്തിട്ടുള്ളത് സിസ്റ്റർ വരുമ്പോഴത്തേക്കും മലയാളി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഈവനിങ് വർക്കിന് വേണ്ടി സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ അച്ഛനും അതേപോലെ ബാക്കി മലയാളി ഫാമിലീസിലുള്ള അങ്കിളുമാരും ആന്റിമാരൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ സിസ്റ്റർ കാണുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും കുറുപ്പേ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷേക്കാൻ്റെ കൊടുക്കും. ആ സമയത്തായിരിക്കും വർഗീസ് അങ്കിൾ അവിടെ നിന്ന് വരുന്നത്. അപ്പം രണ്ട് കൈ ഉണ്ടല്ലോ. അപ്പം ഒരു കയ്യില് കുടയുണ്ട് സിസ്റ്ററിന്റെ. സിസ്റ്റർ ഈ കുട എടുത്ത് കഷത്തി വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൈയും പിടിക്കും, വർഗീസ് അങ്കിളുടെ കൈയും പിടിക്കും. മൂന്നാമത് പീറ്ററങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ കൈയില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കൈയായിരിക്കും അടുത്ത കഷത്തി വെക്കുന്നത്. എന്നിട്ട് പീറ്ററങ്ങളുടെ കൈ കൊടുക്കും, എന്നിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ടാലന്റ് ആണ്. പക്ഷെ അത് എല്ലാവർക്കും നടക്കില്ല. അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്.